നമസ്തേ. നമസ്തേ വിനോദ്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആധുനിക ലോകത്തിന്റെ ഒരു പ്രതിപുരുഷനായ ശ്രീ വിനോദാണ്. അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. പിന്നെ ഇലക്ട്രോണിക് മാധ്യമം, വെബ്സൈറ്റ് ക്രിയേഷൻ, അങ്ങനെ രാപകല് പണിയെടുക്കുന്ന ഒരു സ്വഭാവമാണ്. ഈ ഇലക്ട്രോണിക് മാധ്യമം കൈകാര്യം ചെയ്യാവുന്ന ആളുകള് സൂര്യനെ ഉച്ചസൂര്യനാക്കും, രാത്രി ഉറക്കമില്ല ഉറക്കം. ഇതാണ് ഇവരുടെ മെയിൻ അതായത് ബയോളജിക്കൽ ക്ലോക്കിനെ കംപ്ലീറ്റ് തകിടം മറിച്ച് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ആരോഗ്യം നഷ്ടപ്പെടും. അങ്ങനൊരു അവസ്ഥയിലാണ് ശ്രീ വിനോദ് എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ വന്നപ്പം വളരെയേറെ സംശയങ്ങൾ തന്നെയായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഉറക്കൊഴിയുമ്പം ഇവർ പ്രാപിക്കുന്ന ചില സാധാരണ കാര്യങ്ങളുണ്ടല്ലോ. ഒന്നുകിൽ അമിതമായിട്ട് മദ്യപിക്കും, അല്ലെങ്കിൽ അമിതമായിട്ട് സിഗരറ്റ് വലിക്കും. ഇത് രണ്ടുമാണ് ഈ രാത്രിചരന്മാരുടെ കൂട്ട്. അപ്പൊ ഇത് ഒരിക്കൽ അങ്ങോട്ട് ഇറങ്ങിയാൽ തിരിച്ച് ആ ലോക്കിൽ നിന്ന് കയറൽ വളരെ പാടായിരിക്കും. അപ്പൊ ഇതിനെ തുടർന്ന് സാധാരണ ഉണ്ടാവുക വിശപ്പില്ലായ്മ വരും, ഉറക്കമില്ലായ്മ വരും, ജീവിതത്തിനോട് തന്നെ ഒരു ഔത്സുക്യമില്ലായ്മയും ഒരു വിരസതയും, അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇവര് അറിയാതെ എറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ എന്തായാലും ഞാൻ കാണുന്ന അവസ്ഥയിൽ കണ്ടമാനം ചായ കുടിക്കുമായിരുന്നു ഇദ്ദേഹം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നും കഴിഞ്ഞ ഏതാനും കുറെ ദിവസങ്ങളായിട്ട് വരികയും, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔഷധങ്ങൾ കഴിച്ചതിന് ശേഷം എങ്ങനെയുണ്ട്? വളരെ നല്ല ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്തു. ചേട്ടൻ എനിക്ക് തന്നത് ഈ ഒരു എലിവേറ്റ് എന്ന് പറഞ്ഞ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞൊരു ക്രീമാണ് തന്നത്. അത് ക്രീമല്ല, ശരിക്കും അതൊരു ക്യാപ്സ്യൂളാണ്. നമുക്കത് അതായത് നമ്മുടെ ഡോക്ടർ ഇയാളുമായിട്ട് സംസാരിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വർക്കിന്റെ ഓവർലോഡ് കാരണം ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞപ്പോ, അപ്പൊ എലിവേറ്ററിനുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു 1-2 മണിക്കൂർ കൊണ്ട് ശരീരത്തിൽ ആക്ടിവേറ്റ് ചെയ്യുള്ളൂ. വളരെ പാസീവാണ്. 1-2 ഞാൻ ഇത് കഴിച്ചതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോ തന്നെ അതിന്റെ ഒരു 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 ഫീലിംഗ്, അതായത് നമ്മുടെ കുറച്ച് ടെൻഷനൊക്കെ മാറി, കുറച്ചും കൂടെ ഒരു ഈസിനെസ് ഫീൽ ചെയ്തു. പിന്നെ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞപ്പോ വിശപ്പാ, വിശന്നിരിക്കുക. കാരണം നമ്മുടെ സാറിന്റെ ഇതിൽ എനിക്ക് അധികം വിശപ്പ് തോന്നാറില്ല. രാവിലെ ഉച്ചയ്ക്കായാലും രാത്രിയിലായാലും ഒക്കെ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഇന്ന് രാവിലെ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഇത് എലിവേറ്റ് കഴിച്ച് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശപ്പായി. അത് ഞാനിപ്പോ ഈ ചേട്ടൻ അന്നേരം പറഞ്ഞത് എന്നാ വേടാ നമുക്ക് ഒരു ഇന്റർവ്യൂ ഇത് എടുക്കാം, നീ ഇതിനെ കുറിച്ച് നിന്റെ അനുഭവം പറയും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതാണ്. തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരുന്ന് വിൽപ്പനേക്കാൾ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന നല്ലൊരു ഹാപ്പിനെസ് കിട്ടും. ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന അനേകായിരം ആളുകളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ. ഒന്നാമത് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല പ്രശ്നങ്ങൾ. അപ്പൊ പ്രശ്നം ഷെയർ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഹാപ്പിനെസ് വരും, പിന്നെ ഒരു പോസിറ്റീവ് മൂഡ് വരും. അപ്പൊ ഇതിനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ സ്റ്റോമിങ്ങിന് ഏറ്റവും നല്ലതാണ് ഈ കനാബിസ് ബേസ്ഡ് മെഡിസിൻ. ന്യൂറോ ഇത് നമ്മുടെ ഡി അഡിക്ഷന് പോലും പലർക്കും ഇത് റെക്കമെൻഡ് ചെയ്യാറുണ്ട് നമ്മുടെ ഡോക്ടേഴ്സ്. ഇത് നമ്മൾ ഓൺലൈനിലാണ്, സെയിൽസ് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഓൺലൈൻ വഴി നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, അതുവഴി വാങ്ങാം. അങ്ങനെ പല കാര്യങ്ങളും. അപ്പൊ എന്തായാലും എനിക്ക് ഒരു സന്തോഷം. കുറെ നാള് എന്നോടൊപ്പം ഗൾഫിലുണ്ടായിരുന്നതാണ് ശ്രീ വിനോദ്. അപ്പൊ ആ പ്രവാസികളുടെ ദുരിതങ്ങൾ ഏകദേശം നമുക്കറിയാമല്ലോ. ഒറ്റപ്പെടുന്ന ഒരു ഏകാന്തത, പിന്നെ വർക്ക് ലോഡ്, സാമ്പത്തിക പ്രശ്നം, ഇതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടാൻ മനസ്സുകൊണ്ട് ആങ്സൈറ്റി ഡിസോർഡർ മാറണം. ആങ്സൈറ്റി ഡിസോർഡർ ഒക്കെ മാറും. അത് കഴിച്ചൊരു ഞാൻ പറഞ്ഞില്ലേ ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാഷ്വലായിട്ട് വെറുതെ പറഞ്ഞതാണ്, എനിക്ക് വിശപ്പ് പോകുന്നത് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാണ്. പക്ഷെ ശരിക്കും നല്ല വിശപ്പ് ഫീൽ ചെയ്തിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. അതൊരു ഇന്റർവ്യൂവിൽ പറയേണ്ട കാര്യമൊന്നുമല്ല, എന്നാലും ഞാൻ പറയാണ്. അത് തന്നെ ഒരു വലിയൊരു മാറ്റമാണ് ഇതിന്റെ ഒരു ഇത്. അത് തന്നെയല്ല, നമുക്ക് നമ്മുടെ ഒരു ഈ എന്തെങ്കിലുമൊക്കെ ഇതായിട്ടുള്ള ഫീലിങ്സ് എല്ലാം വളരെ നെഗറ്റീവ് ഫീലിങ്സ് മാറി നമുക്ക് ജീവിക്കാം, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാം, വിജയിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ്. നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരോടെയും പെരുമാറാൻ പറ്റും. ചിരിച്ചോണ്ടേ പിന്നെ നമ്മൾ ചിരിച്ചോണ്ടേ ഇരിക്കും. അത് അതേ രീതിയിലാണ് ഞാൻ. അപ്പൊ ചിരി കിട്ടാനും ദുർമുഖം മാറാനും ഈ നവയുഗത്തില് 2026 നമുക്ക് ഈ ഹെംപ് മെഡിസിൻസിനെ ആശ്രയിക്കാം, ആവാഹിക്കാം. ബ്രീത്ത് കനാബിസ്, ഡ്രിങ്ക് കനാബിസ്, ഈറ്റ് കനാബിസ്. നമസ്തേ.